നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി അടിപൊളി മുരിങ്ങയ്ക്ക തോരനാണ്. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനുമാണ്. മുരിങ്ങയ്ക്കയൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളതല്ലേ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വന്നാലോ. ആദ്യമേ തന്നെ നമ്മൾ ഈ മുരിങ്ങയ്ക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മുരിങ്ങക്കോല് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഈ മുരിങ്ങക്കോല് മൊത്തം മാറ്റിയിട്ടുണ്ട്. ആ മുരിങ്ങക്കോലിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. അതൊന്ന് വേവിച്ചെടുക്കാനാണ്. നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് മുരിങ്ങക്കാലൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത് നമ്മുടെ തോരനുള്ള അരപ്പിനായിട്ട് എടുത്തേക്കുന്നതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തേക്കുന്നത് 1/2 മുറി തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ കഷ്ണം സവോളയാണ് എടുത്തേക്കുന്നത്. സവോളയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കറിവേപ്പില കേട്ടോ, 2 തണ്ടൊന്നുമല്ല. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് മാത്രം വന്നാൽ മതിയേ. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മുരിങ്ങക്കോലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് പറ്റി നന്നായിട്ട് ഈ മുരിങ്ങക്കോലൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പം മുരിങ്ങക്കോലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. ഇത് മുരിങ്ങക്കോല് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവേ. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടണം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നേരത്തെ നമ്മൾ ഒതുക്കി വെച്ചിരുന്ന തേങ്ങ ഇല്ലേ, അത് ആ എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് അത് നമ്മൾ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കോൽ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങായും ഈ മുരിങ്ങക്കോലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ മുരിങ്ങക്കായൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അടിപൊളി മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.